ഹായ് ഹലോ, നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പം ഞാനല്ല, നന്ദുവാണ് മെയിനായിട്ട് ഷെഫ്. പിന്നെ ഞാൻ സൈഡിൽ നിന്നിങ്ങനെ മോറൽ സപ്പോർട്ട്. നന്ദു ഇതിനൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ പീസും കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പമാണൊക്കെ ചെയ്യണത്. ഞാനിവിടെ പിന്നെ മോറൽ സപ്പോർട്ടിന് വന്നു നിന്നാണ്. അങ്ങനെ അത് വിസിലൊക്കെ അടുപ്പിച്ചു. പിന്നെ കട്ടിങ് പരിപാടിയായിരുന്നു. ക്യാരറ്റ്, ഉള്ളി, ഗ്രീൻ ചില്ലി അപ്പോഴത്തേക്കും വെന്തു കേട്ടോ പീസൊക്കെ. അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിച്ചു. നെക്സ്റ്റ് പരിപാടി പൊട്ടറ്റോ വേവിക്കുക എന്നുള്ള. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. സൈഡിൽ കൂടെ കടുക് പൊട്ടിക്കുക, അതിലേക്ക് ജിഞ്ചർ ഇടുക, പിന്നെ കറി ലീവ്സ് ഇടുക, അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സവാള ഇട്ടു കേട്ടോ. അതിനകത്തേക്ക് ഉപ്പിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെജിറ്റബിൾസ്, നമ്മൾ ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിടുകയാണ് കേട്ടോ. അതിട്ടിട്ട് ഇനി കുറച്ച് നേരം സോട്ട് ചെയ്ത് അതൊന്ന് ബ്രൗണിഷ് ആവണം. ഒരു 3 to 2 minutes അത് സോട്ട് ചെയ്യണം. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്യാം. ഞാനവിടെ കിടന്ന് സ്മാഷ് പൊട്ടറ്റോ. ഓരോ വേവിലുള്ള പൊട്ടറ്റോ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചിലതൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല. പകുതി വെന്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വെന്തിട്ടില്ല എന്നല്ല, പകുതി വെന്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട ഞാനെന്താ ചെറിയ ചെറിയ പണി മാത്രമേ എടുക്കുള്ളൂ എന്ന്. അല്ല, ഞാൻ വലിയ വലിയ പണി എടുക്കുന്നുണ്ട്. ഞാൻ എന്താ സോട്ട് ചെയ്ത് വെച്ച അത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് പോയി ഇളക്കി നോക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് പൊട്ടറ്റോ എടുത്തിട്ട് കേട്ടോ. അപ്പം നമ്മുടെ സാധനം ഏകദേശം സെറ്റ് ആവാനായിട്ടുണ്ട്. കാരണം പൊട്ടറ്റോ ഫുള്ളി അതിനകത്തേക്ക് എടുത്തിട്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. കാരണം മസാല പിടിക്കണമല്ലോ, ഈ പൊട്ടറ്റോയിലൊക്കെ പിടിച്ച് സെറ്റ് ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇട്ട് അടുപ്പത്തിട്ടിട്ട് തന്നെ ഇളക്കി ഞങ്ങൾ സെറ്റ് ആവാൻ വേണ്ടി വെച്ചു. സൈഡിൽ ദോശച്ചട്ടി വെച്ചു കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് പാനാണ്. ഞങ്ങൾക്ക് ഇവിടെ ദോശച്ചട്ടി ഒന്നും ഇല്ലാത്തത് ഞങ്ങൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അപ്പു കേട്ടോ ദോശ ഒഴിച്ച് പരത്തുന്നത്. അപ്പുവിൻ്റെ സ്കിൽസ് അപ്പു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നമ്മുടെ പൊട്ടോ മസാല റെഡിയായി. അത് തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു അബദ്ധം പറ്റി അപ്പുവിന്. അപ്പു ഉണ്ടാക്കിയ ദോശ കരിഞ്ഞു പോയി. അപ്പോൾ കുറച്ച് സ്പീഡിലായിക്കോട്ടെ എന്ന് വെച്ച് ദോശ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് പാളിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ദോശ മര്യാദയ്ക്കുള്ള ദോശ ഉണ്ടാക്കി. ഇനി അതിനകത്ത് മസാല വെച്ച് സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അപ്പൂൻ്റെ സ്കിൽസ് കാണിക്കാറ് ഗൈസ്. ഇത് കരിയോ ഇല്ലേ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഓ ഗൈസ്, ഭാഗ്യത്തിന് സാധനം കരിഞ്ഞിട്ടില്ല. കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പനോട് പറഞ്ഞാൽ 2 ഭാഗം ഒന്നും ആയിക്കോട്ടെ, ഇച്ചിരിയെങ്കിലും മുരിഞ്ഞ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം അപ്പോൾ പേടിച്ചിട്ട് നേരത്തെ മസാല കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂൻ്റെ എക്സ്പീരിയൻസ് പറയണ ദോശ കഴിഞ്ഞതിൻ്റെ അവിടെ ഇരുന്ന സൈഡിൽ നിന്ന് കുണുങ്ങുന്നുണ്ടായിരുന്നു. ക്യൂട്ട്നെസ്സേ. അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങൾ മസാല ദോശയൊക്കെ ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. പീസൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ ഫ്രം അഖില, ബൈ.